കാറിൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ഈ ഫോട്ടോസ് വീഡിയോസ് അത് ഫോണിൽ എടുക്കുക, അതൊക്കെ ക്രിമിനൽ കാറ്റഗറിയിൽ വരുന്ന കേസുകളാണ്. അപ്പം ഒരുപാട് ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. എനിക്കത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത് കൂടുതലും മലയാളികൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ഒരു ഹോട്ട് ടോപ്പിക്കാണ് എനിക്കൊന്ന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ല ഡ്രഗ് സെല്ല് ചെയ്യുന്ന ഒരാളുടെ ഒപ്പം താമസിച്ചത് കൊണ്ട് ജോലിയോ കുടുംബമോ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പ്രവാസികളും ഇന്ന് ഇവിടെയുണ്ട്. ഈ ഒരു രാജ്യത്തിന്റെ സേഫ്റ്റി ഒക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ലീഗൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഒരു സീക്രസി വരുന്നുണ്ട്. പെൺകുട്ടികളെ വെച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ സങ്കടകരമായ സത്യങ്ങളാണ്. ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓണർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ചൂസ് ചെയ്യുന്ന ഓരോ ഡിസിഷനിലും നമ്മുടെ ഒരു സേവനം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ്സുകാരൻ്റെ യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആവശ്യം വരാറുണ്ട് അവർക്ക് എപ്പോഴും. അതാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ പ്രവാസ ലോകത്ത് UAE പോലത്തുള്ള രാജ്യത്ത് അവരേറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ലീഗൽ കംപ്ലയൻസ്. ഒരു ലീഗൽ കൺസൾട്ടൻ്റ് അവർക്ക് എപ്പോഴും കൂടെ വേണം. പല കോർപ്പറേറ്റ് കമ്പനികൾക്കും അവരുടേതായ ലീഗൽ കൺസൾട്ടൻ്റ് ഉണ്ടാവും. പക്ഷേ SME സെക്ടറിലും അല്ലെങ്കിൽ ചെറുകിടക്കാർക്കൊന്നും അങ്ങനെ ഒരു ഓൺ ലീഗൽ കൺസൾട്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ UAE മാർക്കറ്റിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഗൽ കൺസൾട്ടൻ്റ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അമീർ മൊയ്തീൻ ടു ദ ഫർഹാൻ അക്തർ ഷോ. താങ്ക് യു സോ മച്ച് അമീർ സാർ. കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് ആണ്. അപ്പം ആ ഒരു ചലഞ്ചസിൽ അവരെ കൂടെ അവർക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു കൺസൾട്ടൻറ്റ് വേണം. പലതരത്തിലുള്ള കൺസൾട്ടൻറ്റ് വേണം. അതിൽ പ്രത്യേകിച്ച് നമ്മളെ അല്ലാത്തൊരു രാജ്യത്ത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പം അവർ ലീഗലി അവരുടെ ആ രാജ്യത്തെ നിയമം, പ്രത്യേകിച്ചിട്ട് ആ രാജ്യത്തെ നിയമത്തിൻ്റെ നൂലാമാലകളും നിയമത്തിൻ്റെ എന്താ പറയുക സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അവർക്ക് ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ചുകൂടി ചലഞ്ചിങ് ആണ്. അവിടെ എന്താണ് നിങ്ങൾ ഒരു റോള് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ആസ് എ ലോയർ ഏത് നിമിഷവും ആർക്കും നമ്മുടെ ഒരു സേവനം ആവശ്യമായിട്ട് വരാം. അതിപ്പോൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വളരെ സാധാരണക്കാരായ ഒരു വ്യക്തി മുതൽ കോർപ്പറേറ്റിൽ വർക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫേംസിന് വരെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നിമിഷവും അവർക്ക് നമ്മുടെ ആവശ്യം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ പ്രവാസ ലോകത്തെ സംബന്ധിച്ച് നമുക്കിങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തല്ല, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണുകയും അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ട സർവീസ് അത് വളരെ റിലയബിളായി, അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ എന്തുമാത്രം ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എല്ലാവർക്കും തന്നെ ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എസ്പെഷ്യലി ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഏതാണ്? അവർ പല രീതിയിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യാം. ഫിനാൻഷ്യലായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് ഹോൾഡിംഗ് കമ്പനിയായി ബന്ധപ്പെട്ട അവരുടെ ലീഗൽ വർക്ക്സ് വരാം, അല്ലെങ്കിൽ ഒരു മെർജിങ് കമ്പനി അക്വിസിഷൻ അങ്ങനെയുള്ള വർക്ക്സ് വരാം. അപ്പോൾ അവരുടെ A to Z ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കോർപ്പറേറ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവരുടെ ഡെയിലി ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ഒരു ചൂസ് ചെയ്യുന്ന ഓരോ ഡിസിഷനിലും നമ്മുടെ ഒരു സേവനം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുപാട്, അതായത് ഇയർലി ബേസിൽ കോർഡിനേറ്റ് ചെയ്യുന്ന, അതായത് റിട്ടേൺഷിപ്പ് കോൺട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കോർപ്പറേറ്റ് കമ്പനീസും ബിസിനസ് പാർട്ട്നേഴ്സും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ UAE നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കലുണ്ട്. ഇപ്പം ഇപ്പോൾ വിസയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മേഖലയിലും ഓരോ ദിവസം പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അവിടെയാണോ നിങ്ങളുടെ ഒരു റോള് വരുന്നത്, അല്ലെങ്കിൽ ലീഗൽ സൈഡ് മാത്രമാണ് വരുന്നത്? അല്ല, നമ്മുടെ റോൾ എന്ന് വെച്ചാൽ A to Z ലീഗലുമായി ബന്ധപ്പെട്ട UAE അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ, അതായത് നമ്മുടെ അപ്ഡേറ്റ്സ് അത് വേണ്ട രീതിയിൽ നമ്മുടെ ക്ലയൻറ്റിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് ആ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക, അവരെ കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുക, കൂടാണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ അവർക്ക് വരുന്ന ഈ ലീഗൽ ഡിലേമസ് അല്ലെ ടെൻഷൻസ് നമ്മൾ ആ രീതിയിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം വേണ്ട റിസൾട്ട് അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾക്ക് ഇപ്പം ലീഗൽ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു കൺസേൺസ് കുറച്ചുകൂടി കൂടുതലാണ്. ഇപ്പം നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടിയും അവൈലബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടിയും ട്രാൻസ്പെറൻസി ഈസി ഒക്കെ ആണെന്ന് പറയാം. പക്ഷേ
വേറൊരു രാജ്യത്ത് ആകുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രവാസികളാണ്, ഇവർക്കൊക്കെ പോവേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് നമുക്ക് പറയാം. നാട്ടിലൊക്കെ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഈ ഒരു രാജ്യത്തിന്റെ സേഫ്റ്റി ഒക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഒരു കൺസേൺ വെച്ചിട്ട് എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇപ്പം ലീഗൽ അഡ്വൈസേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പം ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ലീഗൽ മാർക്കറ്റിൽ മറ്റെല്ലാ മാർക്കറ്റും പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രോഡ് അങ്ങനത്തെ ഒരു കാറ്റഗറീസ് എല്ലാ മാർക്കറ്റിലും ഉള്ളതുപോലെ തന്നെയുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ സർവീസ് ഇൻഡസ്ട്രി, നമ്മൾ ലീഗൽ സർവീസിൽ ഈ പോകുന്ന വർഷങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മറ്റേ എല്ലാ മേഖലയിലും, അതായത് നമ്മളൊരു ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് നമ്മൾ അവർക്ക് നൽകുന്ന സർവീസിലുള്ള ട്രാൻസ്പെറൻസി, നമുക്ക് റിലയബിലിറ്റി, ആ ഒരു ട്രസ്റ്റ്, അത് കീപ്പ് അത് മാത്രമാണ് നമ്മുടെ സക്സസ് ഫോർമുല. ഈ പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ സർവീസ് ഇൻഡസ്ട്രിയിലും നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിൻ്റെ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് അടുത്ത വർക്ക് കൊണ്ടുപോയി തരുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണാറുള്ളത് കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഈ ഒരു മേഖലയിൽ വക്കീലന്മാരായിട്ട് ഇങ്ങനെ കാണാറുള്ളത്. ഈ ഒരു യങ് ഏജ് തന്നെ ഈ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അല്ല, എൻ്റെ ഒരു പാഷനായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നമ്മൾ ഏത് സമയത്തും നമ്മൾ അവൈലബിലിറ്റി ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്പോട്ടിൽ ചെല്ലാനോ സ്റ്റേഷനിൽ ചെല്ലാനോ അല്ല മറ്റെന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ നമ്മൾ അവർ അവൈലബിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് അത്രയും എന്താ പറയുക, അത് ആ സ്ട്രെസ്സ് നമുക്കത് എൻജോയ് ചെയ്യാൻ അത് എടുക്കാനും അത് എൻജോയ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാഷൻ്റെ പുറത്ത് അതിങ്ങനെ പോകുന്നതാണ്. അപ്പം അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അതിൽ ഷെയർ ചെയ്യാൻ പറ്റും? മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു സീക്രസി കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങൾ നമുക്ക് പക്ഷെ അതങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നത് അത് എത്തിക്സിന് ശരിയല്ലാത്തത് കൊണ്ട് മാത്രം. ഇപ്പം യുഎഇനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയാളികൾക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ കമ്പനികൾ ബിൽഡ് ചെയ്ത ഒരു രാജ്യമാണ്. അപ്പം ഇവിടെ ഒരാൾ ബിസിനസ്സിലേക്ക് വരുമ്പം ആസ് എ ലീഗൽ കൺസൾട്ടന്റ് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു ബിസിനസ് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ വളരെ പൊട്ടൻഷ്യൽ മാർക്കറ്റാണ് ദുബായ്, UAE എന്ന് പറഞ്ഞാൽ വളരെ പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. അപ്പോൾ അവർ എന്ത് കാറ്റഗറി ബിസിനസ്സാണ് അവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ സൈഡ് എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി ഫോർം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മളൊക്കെ ഓപ്പൺലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഓണർ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വരികയാണ്, അവർക്കൊരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർ സ്വയം തന്നെ കുറച്ച് പോയിന്റ്സ്, അതായത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു 5 പോയിന്റ്സെങ്കിലും അവർ നോട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ 5 പോയിന്റ്സ് അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ആ കമ്പനി മുന്നോട്ടേക്ക് പോകാണ്ടിരിക്കാനുള്ള 5 പോയിന്റ്സ് അവർ തന്നെ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ആ 5 പോയിന്റ്സ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൂടാണ്ട് ഓരോ എഗ്രിമെൻ്റ് അത് ഒരു കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കോമ്പറ്റീഷൻ ക്ലോസുകൾ ആഡ് ചെയ്യുക. കൂടാണ്ട് ഈ നമ്മൾ പുതിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു വിഷൻ വേണം. അതായത് എന്തായിരിക്കണം നെക്സ്റ്റ് ഒരു 3 ഇയർ, ആ ഒരു ബൂമിംഗ് പീരീഡ്, ആ ബൂമിംഗ് പീരീഡിന് ശേഷമുള്ള ഒരു മിഡിൽ സ്റ്റേജിൽ, അതായത് നെക്സ്റ്റ് 5 ഇയർ എന്തായിരിക്കണം വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് വെച്ച് തന്നെ അതിന് ആവശ്യമെങ്കിൽ ആ സമയത്ത് അത് നമ്മൾ സ്റ്റാർട്ട് സമയത്ത് നെക്സ്റ്റ് 5 ഇയറിലേക്ക് ഒരു എക്സാക്റ്റ് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ദ ലീഗൽ സൈഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സൈഡ്, ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. ഇനീഷ്യലി ചെയ്യണം. പലരും എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം വന്നതിന് ശേഷമായിരിക്കും ലീഗൽ കൺസൾട്ടന്റിന്റെ അടുത്തേക്ക് പോകാറ്. അതാ ഇനീഷ്യലി തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അതായത് നമ്മളൊരു രോഗം വരുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ പ്രിവെൻഷൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി ആ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് ഹെഡ് ഏക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഇതൊരു ഓവർ എക്സ്പെൻസ് എന്നുള്ള രൂപത്തിൽ പലരും ഇത് മാറ്റി വെക്കാറില്ല. ഉണ്ട് എന്നിരുന്നാൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച്, അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ടൈപ്പ് ചെയ്യുന്ന ഒരു കമ്പനീസ് ഉണ്ട്, SMEs ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റിട്ടേൺഷിപ്പ് കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളത് അവർക്ക് അഫോർഡബിൾ ആയിട്ട് എന്താണ് അവർ
ഉദ്ദേശിക്കുന്നത്, അവരുടെ എംപ്ലോയീസ് ലിസ്റ്റ് എത്രയാണ്, അവരുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ഒരു ഇയർലി റിലേഷൻഷിപ്പ് കോൺട്രാക്ട് അവരുമായിട്ട് ഉണ്ടാക്കുന്നു. അതനുസരിച്ച് സേഫ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ വരുന്ന പേ ഒക്കെ ഫൈൻ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് ചെറിയൊരു പെർസെൻറ്റേജേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താവശ്യമില്ല അവർക്ക് നമ്മൾ ആക്സസിബിൾ ആണ്. നമ്മൾ 100% അവർ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളവിടെ വർക്ക് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുകയാണ്. എന്ത് ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർക്ക് നമ്മൾ സമീപിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും ആ ട്രെൻഡിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. ഒരു ബിസിനസ് ഓണർ, ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓണർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് മെയിൻ? അത് ഇന്ന ചലഞ്ചസ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് വെരി സിമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പല കമ്പനീസും ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളൊരു എംപ്ലോയിനെ ഹയർ ചെയ്ത് ആ എംപ്ലോയിനെ ഹയർ ചെയ്ത ശേഷം ഈ എംപ്ലോയി നമ്മളൊരു നോൺ കോമ്പീറ്റന്റ് ക്ലോസ് ഇട്ടിട്ട് ഇല്ല എങ്കിൽ, അല്ല നമ്മളത് മറ്റേ ഓഫർ ലെറ്ററിൽ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയി 5 മാസം അല്ല 6 മാസം അല്ല 1 ഇയറിനുള്ളിൽ അത് പുതിയ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പുതിയ സെയിം ഒരു കോമ്പറ്റീറ്റർ അടുത്ത് പോയി കഴിഞ്ഞുണ്ടാവുന്ന വിഷയംസ്, അല്ലെങ്കിൽ ഡേറ്റ ലീക്കേജ്, ക്ലയൻസിനെ കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതാണ് അതായത് ഇപ്പോൾ മിനിമം ഒരു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. കൂടാണ്ട് തന്നെ ഈ പറഞ്ഞ മറ്റേ ബിസിനസ്സുമായി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രി അല്ല മറ്റുള്ള മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ ഇവർ സർവീസ് കൊടുക്കും, പിന്നെ ഇവർക്ക് കിട്ടാനുള്ള എമൗണ്ട് അവർ നൽകുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ്. അങ്ങനെ നമുക്കൊരു ഇന്ന സ്പെസിഫിക് ഇഷ്യൂ എന്നുള്ളതല്ല, ഇവിടെ A to Z ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാൻ അതിൻ്റെ അകത്ത് വെരി സിമ്പിൾ എക്സാമ്പിൾസ് മാത്രമാണ്. ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അപ്പം ഇതിൽ മെയിനായിട്ട് ഇപ്പം കമ്പനികളാണെങ്കിലും ഏറ്റവും വലിയൊരു പ്രശ്നം ഒന്നെനിക്ക് മനസ്സിലാവുന്നത് എംപ്ലോയീസുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. രണ്ടാമത് സപ്ലൈയേഴ്സ് ആയിട്ടുണ്ടാവില്ല. വലിയ എമൗണ്ട് ഒക്കെ ഇപ്പം പലരും പറയുന്ന കേൾക്കാം, വലിയ എമൗണ്ട് ഒക്കെ കിട്ടാനുണ്ട്, കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ള വിഷയങ്ങൾ ഇപ്പോഴും പലരും അങ്ങനെ ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടൊക്കെ വരാറുണ്ടല്ലോ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ഈ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ തന്നെ കോൺട്രാക്ട് പ്രോപ്പറായിട്ട് ഇവർ ചെയ്യുന്നില്ല, വേണ്ട ക്ലോസുകൾ ഇവർ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചെക്ക് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി വേണ്ട ഒരു ലീഗൽ ഫോർമാറ്റിൽ ഇവർ വേണ്ട രീതിയിൽ ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ആ രീതിയിൽ തന്നെ അത് പോയാൽ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സപ്ലൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇവർ ഇതൊരു കേസുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം മുന്നേ ഇങ്ങനെ ചെയ്യാണ്ട് ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനോ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനോ ഒരു സാധ്യത പോലും നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ്. അതെ അങ്ങനെ സാധ്യത പോലും അവരെ കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഏത് സ്റ്റേജിലായാലും നമുക്കൊരു എഡ്ജ് ഉണ്ടാക്കി, അതായത് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് അല്ല നമ്മുടെ കൊളാബറേറ്റീവ്സ് നമ്മളൊരു എഡ്ജ് ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമ ഫേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം നാട്ടിലത്തേതും ഇപ്പം UAE-ലൊക്കെ ആയിട്ട് വരുമ്പം ഇപ്പം കേസിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഡ്യൂറേഷൻ ഇവിടെ നാട്ടിലെ സംബന്ധിച്ച് ഇവിടെ കേസ് വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ സിവിൽ കേസ് ആയിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ കേസ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും കേസുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഫാമിലി അഡ്മിനിസ്ട്രേറ്റീവ് മറ്റെന്ത് മാറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ കേസുകൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫാസ്റ്റ് ആണ്. ഇപ്പം നാട്ടിലത്തെ പോലെ ഒരുപാട് സമയം അതിൻ്റെ പിന്നാലെ വളരെ ഈസിയാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റാണ് അവരെ സംബന്ധിച്ച്. നമ്മുടെ വർക്കല്ല, അവരെ സംബന്ധിച്ച്. അതായത് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നീതി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ ഹെഡേക്ക് അവർ എടുക്കേണ്ടി വരുമോ, അവർ കോടതിയിൽ വരേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലോ CD ഓഫീസിലോ അല്ലെങ്കിൽ മറ്റുള്ള DFCയിലോ മറ്റുള്ള കോർട്ടിലോ ഒക്കെ പോകേണ്ടി വരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ടെൻഷൻ അവർക്കില്ല. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ലീഗൽ പവർ ഓഫ് അറ്റോർണി വക്കാലത്ത് വാങ്ങിച്ച് ആ ഹെഡേക്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് അവർക്ക് വേണ്ടി, അതായത് അവർ ചെയ്യുന്ന വർക്കുകൾ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാ ലീഗൽ സൈഡ്സും നമ്മൾ അവർക്ക് വേണ്ടി പ്രസന്റ് ആവുകയും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഇതിന്റെ സമയമൊന്നും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് അവരുടെ സമയം വേസ്റ്റ് വരികയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലീഗൽ ഹെഡേക്ക് അവർക്ക് എടുക്കേണ്ടതായിട്ട് വരികയല്ല. അപ്പോൾ ചില ആളുകളെങ്കിലും പറയുന്നത് കേൾക്കാം, ലൈക്ക് ഇവിടെ സ്വന്തമായിട്ട് വാദിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ. സ്വന്തമായിട്ട് വാദിക്കാൻ കഴിയുന്ന DFC കോഡിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വാദിക്കാൻ കഴിയുന്നതാണ്. ഒരു സിവിൽ കേസോ ക്രിമിനൽ കേസോ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രസന്റ് ആവാം. അതിൻ്റെ അകത്ത് നാട്ടിലെ പോലെ വാദപ്രതിവാദങ്ങൾ ഇവിടെ കുറവാണ്. ഇവിടെ കൂടുതലും എവിഡൻസിനെ ബേസ് ചെയ്താണ് ഡിസിഷൻസ് വരുന്നത്. വേർഡിക്റ്റ് കംപ്ലീറ്റ്ലി പ്യൂർലി സോൾലി ബേസ്ഡ് അപ്പോൺ എവിഡൻസ് ആണ്. അപ്പോൾ കൂടുതൽ നമ്മളത് മെമ്മോസിനെയും റിട്ടേൺ മെമ്മോസിനെയും എവിഡൻസിനെയും തന്നെ ബേസ് ചെയ്തിരിക്കും. ഇവർക്ക് പ്രസന്റ് ആവുന്ന ഇവരുടെ കാര്യങ്ങൾ ജഡ്ജിനെ എടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ പറഞ്ഞു ധരിപ്പിക്കാം എന്നുള്ളത് വാസ്തവമാണ്. അപ്പം എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ. ഇപ്പം വാട്സപ്പ് ത്രൂ
ഉള്ള വോയിസ് നോട്ടുകളും ആ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ഇവിടെ കോടതിയിൽ എത്രത്തോളം വാലിഡ് ആണ്? വാലിഡ് ആണ്. അത് ഇവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ടല്ല, ഇതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ ഇവിടെ വാലിഡ് ആണ്. അതായത് വാട്സപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇമെയിൽ കറസ്പോണ്ടൻസ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ ഇവിടെ ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അത് ലീഗൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിക്കിലേക്ക് ആക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ യുഎഇയിലൊക്കെ ആണെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു കേസിന് പോവണോ അല്ലെങ്കിൽ വേണ്ടയോ, അങ്ങനെ ഒരുപാട് പേടിയുണ്ടാവും. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് അറബിക് ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കോടതിയിലാവുമ്പോൾ എനിക്ക് വന്നത് അറബിയിലേക്കും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യണം, പിന്നെ ഒരു വക്കീൽ വേണം, അതിന് കുറെ ഫീസ് ആവോ, അല്ലെങ്കിൽ അതിന് കുറെ സമയം മെനക്കെടണോ, അങ്ങനെ ഒരുപാട് കൺസേൺ ഉള്ളത് കൊണ്ട് ഇത്തരം ഒക്കെ പോകുന്നത് പോട്ടെ, നഷ്ടം വരുന്നത് സഹിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ഒരു സൊസൈറ്റിയാണ്. ഇപ്പോൾ കാറ്റഗറി വൈസ് ഒരു കേസ് അടിസ്ഥാനമായി പറയുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിംസ്, അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലൊന്നും നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഇനീഷ്യലി പേയ്മെൻറ്റ് വാങ്ങാറേ ഇല്ല. പേയ്മെൻറ്റ് നമ്മൾ വാങ്ങത്തില്ല. നമ്മൾ അത് അവർ ഫൈറ്റ് ചെയ്ത് ഇതിൻ്റെ അവസാനമായി നമുക്കൊരു ഫെയർഫുൾ ഡിസിഷൻ വന്ന് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് നമ്മൾ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ലയൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ സർവീസ് പോകുന്നത്. കൂടാണ്ട് തന്നെ ഈ ഫാമിലി ഡിസ്പ്യൂട്ട്സ്, അത് ഡിവോഴ്സ് ആയിക്കോട്ടെ, മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് ആണെങ്കിലും ഇല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ, ഇപ്പോൾ ക്രിമിനൽ കേസുകൾ ഇപ്പോൾ കൂടി വരികയാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കേസുകൾക്ക് കൂടിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്രോച്ചബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ചില ബന്ധങ്ങൾക്ക് താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ നമ്മളിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ. അപ്പോൾ നമ്മളെ ഒരു പ്രവാസി സമൂഹത്തെ സംബന്ധിച്ച് ഇവർ ഒരുപാട് മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു മെൻ്റലി ഒരുപാട് ടെൻഷൻ, നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കൂടാണ്ട് ഇവിടുത്തെ വർക്കിൻ്റെ ഒരു പ്രഷർ വർക്കുണ്ട്. പിന്നെ ആ നിൽക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലീഗൽ ഇഷ്യൂസ് കൂടെ വന്നു കഴിയുമ്പോൾ ഇവർ മാനസികമായിട്ടും അല്ലാണ്ടും ഒരുപാട് തകർന്നു പോകുന്ന പല സിറ്റുവേഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ കേൾക്കാൻ ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണോ അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഏറ്റവും അവസാനമായി നമ്മളത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ മുഖത്തെ ഒരു പുഞ്ചിരി, അതാണ് ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ചിട്ട് എനിക്ക് നാട്ടിലേക്കാളും കുറച്ചുകൂടി പ്രഷറായിരിക്കും ആളുകൾക്ക്. അതെ, കറക്റ്റാണ്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഫാസ്റ്റ് കാലഘട്ടത്തിൽ അതെ പ്രഷർ ഒരുപാടുണ്ട്. ഇങ്ങനെ അനുഭവിക്കുന്ന ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ. അപ്പോൾ പലരെയും നമ്മൾ പുറത്ത് കാണുന്ന ഒരു ഫേസ് അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ പല കഥകളും അല്ലെങ്കിൽ പല അനുഭവങ്ങളും ഒക്കെ അടുത്തറിയുമ്പോൾ, അതായത് കുറച്ചും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ നഗ്നമായ ജീവിത സാഹചര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു സത്യമാണത്. പക്ഷേ അതിനെ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതാണ്. അത് എന്ത് സ്ട്രെസ്സായാലും എന്ത് പ്രഷറായാലും നമുക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഓവർകം ചെയ്ത് അവർക്ക് സൊല്യൂഷൻ 100% നമുക്ക് അവിടെയാണ് ഒരു സർവീസ് പ്രൊവൈഡർ പാഷനും കൂടി അവിടെ കണക്ട് ചെയ്യുന്നത്. ആ സ്ട്രെസ് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ കൂടെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് കണ്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം ഒരു പ്രശ്നത്തിൽ പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അതിന്റെ സൊല്യൂഷൻ കാണുക, നിയമപരമായിട്ട് തന്നെ ഒരു പരിരക്ഷ ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സംഭവിച്ചാൽ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ വൺസ് നമ്മൾ ഒരു വക്കാലത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ പ്രശ്നമല്ല, നമ്മുടെ കൂടെ ഒരു പ്രശ്നമായിട്ട് നമ്മളത് കാണുന്നു. ഫൈനാൻഷ്യലി പോലെ തന്നെ ഇപ്പൊ ഫാമിലി പരമായ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഫാമിലി ഡിസ്പ്യൂട്ട്സ്, മെയിൻ്റനൻസ്, ചൈൽഡ് കസ്റ്റഡി, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിനും അവർക്ക് വേണ്ടപ്പെട്ട, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈഫ് ആയിക്കൊള്ളട്ടെ, അതുമായി കുട്ടികളുടെ സൈഡ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു കൺസേൺ ഉണ്ട്. കാരണം നമ്മൾ ഈ രാജ്യത്ത് വന്നു, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകണം. അവിടെ ഇപ്പം എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകുന്ന പല കേസുകളുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അല്ല, അത് അങ്ങനത്തെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ പ്രവാസിയായിട്ടിരുന്ന് അറിഞ്ഞോ അറിയാണ്ടയോ, നമ്മളൊരു പ്രവാസി സമൂഹത്തിലാണ്, അറിഞ്ഞോ അറിയാണ്ടയോ ഒക്കെ ഒരുപാട് കേസുകൾ നമ്മുടെ പേരിലല്ലേ നമ്മുടെ ചുമരിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരെ സംബന്ധിച്ച് അയാൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ആളുടെ പേരിൽ എന്തെങ്കിലും കേസുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ട്രാവൽ ബാൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പല ചില കഥകളൊക്കെ കേൾക്കാറുള്ളത്, നമ്മൾ എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് ആളുകൾക്ക് പോകാൻ പറ്റാത്ത, പല എമർജൻസി സിറ്റുവേഷനിലും പറ്റിയിട്ട് പോകാത്ത ആളുകൾ. കൂടുതലും
ഒന്നല്ലെങ്കിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാവൽ ബാനുകൾ, അല്ലെങ്കിൽ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാവൽ ബാനുകളിലൊക്കെയാണ് അങ്ങനെയുള്ള കാറ്റഗറീസ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ? ഫിനാൻഷ്യൽ കാറ്റഗറി അല്ലാത്ത എല്ലാ ടൈപ്പ് കേസുകളും, അതായത് ഇപ്പോൾ തെഫ്റ്റ് ആയിക്കൊള്ളട്ടെ, റോബറി ആയിക്കൊള്ളട്ടെ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആയിക്കൊള്ളട്ടെ, ചീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഫ്രോഡ് ആയിക്കൊള്ളട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാറിൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ഈ ഫോട്ടോസ് വീഡിയോസ് അത് ഫോണിൽ എടുക്കുക, അതൊക്കെ ക്രിമിനൽ കാറ്റഗറിയിൽ വരുന്ന കേസുകളാണ്. അപ്പോൾ ഇങ്ങനെ കൂടാണ്ട് ട്രാഫിക് കേസുകളിലും ഈ പറഞ്ഞതുപോലെ ട്രാവൽ ബാനുള്ള സാധ്യതകളുണ്ട്. ട്രാഫിക് കേസുകളിലും ട്രാവൽ ബാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇപ്പം പിന്നെ വേറൊരു ഒരു ഹോട്ട് ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നത് ഡ്രഗ്സ് റിലേറ്റഡ് കേസുകൾ. ഒരുപാട് പ്രവാസികൾ, കൂടുതലും മലയാളികൾ, ചെറുപ്പക്കാർ, പെൺകുട്ടികൾ ഉൾപ്പെടെ. അപ്പം അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഇത്തരം കേസുകൾ കൂടുതൽ മലയാളികൾ? അല്ല, അതും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പല സാഹചര്യം, പല റീസൺസ് ഉണ്ട് അതിന്. ഒന്ന് ഈ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, പിന്നെ ഇത് ട്രെൻഡായി മാറിയുന്ന വേറൊരു സാഹചര്യം, പിന്നെ ഇതിനെ പ്രൊമോട്ടഡ് കാറ്റഗറീസ് ഓഫ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു വസ്തുതയുണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ വസ്തുതയാണ്. കൂടാണ്ട് ഈ മെൻ്റൽ സ്ട്രെസ്, എൻജോയ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരാറുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് ഇന്ന റീസൺ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് നിങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ ആളുകളെ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൽ പലരും പെട്ടു പോകുന്ന ആളുകളും സ്വന്തമായിട്ട് പോയി പെടുന്ന ഒരു ബെഡ് സ്പേസിൽ താമസിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡ്രഗ് സെല്ല് ചെയ്യുന്ന ഒരാളുടെ ഒപ്പം താമസിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് സെല്ല് ചെയ്യുന്ന ഒരാളുടെ ഒപ്പം ഒന്നിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നാൾക്ക് അവരുടെ ജീവിതമോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ കുടുംബമോ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പ്രവാസികളും ഇന്നിവിടെയുണ്ട്. അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ യഥാർത്ഥത്തിൽ അവർ നിഷ്കളങ്കരാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധികളാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കുന്നത്? അത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് കൂടുതലായി വരെ കനാബീൻസ്, അല്ലെങ്കിൽ കൊക്കെയിൻ, MDMA, അല്ലെങ്കിൽ എക്സ്റ്റസി പോലുള്ള അതൊക്കെ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന അങ്ങനെ ആൾക്കാരിൽ നിന്ന് നമ്മൾ സ്വയമേ മാറി നിൽക്കുക, ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് UAE ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ഡീൽ ചെയ്യുകയോ ഇത് യൂസ് ചെയ്യുന്ന ആൾക്ക് തന്നെ മാസങ്ങളോളം തടവും പിഴയുമുണ്ട്. അപ്പോൾ പിന്നെ വിൽക്കുന്നവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. 25 വർഷം വരെ തടവ് ശിക്ഷ തന്നെ ലഭിക്കാൻ പറ്റിയ സീരിയസ് ഒഫൻസ് ആണത്. പക്ഷേ ഇപ്പം ഈ പെട്ടുപോകുന്ന ആളുകൾ ഒരിക്കലും അറിയില്ലല്ലോ ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സെല് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാതെ പെട്ടുപോകുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്, രക്ഷകളുണ്ട്. അങ്ങനെ നിരപരാധികളെ ആരെയും ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ ഭരണകൂടമോ ശിക്ഷിക്കണം എന്ന് അവർക്കില്ല. വൺസ് അവരുടെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് വിടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇൻ കേസ് അത് തെളിയിക്കാൻ വേണ്ടി ഒരു ടൈം ഫ്രെയിം എടുക്കും എന്നുള്ളത്. ആ ടൈം ഫ്രെയിമിൽ വെറുതെ നമ്മൾ പോയി പെടുകയില്ല. ആ ഒരു ലൂപ്പിൽ നമ്മൾ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ ടൈം ഫ്രെയിമിൻ്റെ ഇടയിൽ നമുക്ക് പലതും നഷ്ടപ്പെടാം. നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെടാം, നമ്മളെ വിശ്വാസങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ മറ്റുള്ള ആൾക്കാർ നമ്മളെ വീക്ഷിക്കുന്നു, നമ്മൾ ഏത് കണ്ണിലൂടെ കാണുന്നു, ഒരുപക്ഷെ എല്ലാം പെർസെപ്ഷൻ വേർഷൻസ് ഒക്കെ ഒരുപാട് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്ന് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഏറ്റവും വലിയൊരു വിഷയം എനിക്ക് തോന്നുന്നു ചെക്ക് കേസുകളും കാര്യങ്ങളായിരിക്കും. അതൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അതിന്റെ കറക്റ്റ് കേസ്? മുന്നേ ചെക്ക് കേസ് ക്രിമിനൽ കേസിന്റെ കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്രിമിനൽ കേസ് ആയതിനു ശേഷമാണ് പിന്നെ സിവിൽ കാറ്റഗറിയിലേക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ അത് സിവിൽ കാറ്റഗറിയിലാണ്, ചെക്ക് എക്സിക്യൂഷൻ കാറ്റഗറിയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചെക്ക് കേസുകൾ പോകുന്നത് നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചെക്ക് അത് പണമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് ഓപ്പോസിറ്റ് പാർട്ടി, ഓപ്പോസിറ്റ് കമ്പനി ഒക്കെ നിലവിലുണ്ട് എങ്കിൽ നമുക്കത് ബെനിഫിറ്റ് തന്നെയാണത്. ചെക്ക് മുഖാന്തരം ഡീല് ചെയ്യുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെക്ക് മുഖാന്തരം ഡീല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു എന്തുകൊണ്ടാണോ നമ്മൾ ആ ഡീല് ചെയ്യുന്നത്, എന്ത് ട്രാൻസാക്ഷൻ ആണോ, എന്തിൻ്റെ ബേസിലാണോ നമ്മളത് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അതിന് പ്രോപ്പർ എഗ്രിമെന്റ് നമ്മൾ വെക്കേണ്ടതാണ്. കൂടാണ്ട് നമ്മൾ ചെക്ക് അത് ഒരു MOI മതിയാവും അല്ലെങ്കിൽ ഒരു ലീഗൽ കൺസൾട്ടന്റ്, ലീഗൽ MOI ഒരു ജനറലാണ്. നമ്മൾ അത് സ്പെസിഫിക് റീസൺ വെച്ച് തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അത് വളരെ ലീഗലൈസ് ചെയ്യണം. എങ്ങനെയാണ് അത് ലീഗലൈസ്? അത് നമുക്ക് നോട്ടറൈസ് ചെയ്യാൻ പറ്റും. അത് ലോയർ അറ്റസ്റ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സ്പെസിഫിക് എഗ്രിമെന്റ് ലോയർ അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് UAE ഓൾ ഓവർ UAE വാലിഡ് ആണ്. അതൊരു വലിയൊരു പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ചിലപ്പം നമ്മൾ ഒരു MOI ഉണ്ടാക്കിയിട്ട് പല
ആൾക്കാർ എനിക്ക് ചാറ്റ് GPT വെച്ചിട്ട് പല എഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് അതെ, പലർക്കും ഇതിനെക്കുറിച്ചൊരു നോളജ് അറിവില്ല. അപ്പോൾ അതങ്ങനെ അത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കോടതിയിലൊരു എവിഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാണ്ട് തന്നെ നമ്മളൊരു ചെക്ക് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ആ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്ന ചെക്കിൻ്റെ നമ്പറും എന്തിനാണോ കൊടുക്കുന്നത് ആ റീസണും വെച്ച് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിന് വേണ്ട ക്ലോസസും ആഡ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ബോത്ത് പാർട്ടീസിനും അത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ബാങ്ക് ലോണും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഒരുപാട് ആളുകൾ പലരും എന്താണ് ബിസിനസ്സുകാരാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് പോയിട്ട് വിടുന്നൊരു മേഖലയാണ് ഇതൊക്കെ. ഇതിലെങ്ങനെയാണ് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത്? കേസുകൾ ഒരുപാട്, അതായത് ബാങ്ക് ആയാലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്മളതെടുത്ത് ഒരുപക്ഷെ നമുക്ക് പല സാഹചര്യം കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഒരു കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാങ്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തു, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് ഒരു ഡിഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവർ ഡയറക്റ്റായിട്ട് ഒരു കളക്ഷൻ ഏജൻസിക്ക് അവരുടെ സൈഡിൽ നിന്നൊരു ഫോളോ അപ്പ് നടത്തും. ശേഷം കളക്ഷൻ ഏജൻസിയെ ഏൽപ്പിക്കും. കളക്ഷൻ ഏജൻസി അവരുടെ സൈഡിൽ നിന്ന് ഒരു ഹ്യൂമിലിയേഷനും തട്ടണിയൊക്കെ കൂടി ഒരു ഫോളോ അപ്പ് നടക്കും. അതിനുശേഷം പിന്നെയും പേയ്മെൻറ്റ് ലഭിച്ചില്ല എങ്കിൽ അവർ നേരെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് അടയ്ക്കാൻ കഴിയില്ല എങ്കിൽ പ്രോപ്പർ റീസൺ ബാങ്കിനെ മെയിൽ ത്രൂ അറിയിക്കുക എന്നുള്ളതാണ്. കളക്ഷൻ ഏജൻസിയായിട്ട് മാക്സിമം ഡീൽ ചെയ്യാണ്ടിരിക്കുക. ഒരു കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അത് നമ്മുടെ ഇൻട്രസ്റ്റിലേക്ക്, നമ്മുടെ മുതലിലേക്ക് അത് വരില്ല എന്നുള്ളതാണ്. കൂടാണ്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് പല ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതില്ല, നമുക്കതിനും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആ കേസ് ആയതിനു ശേഷം നമ്മൾ പിന്നെ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് കോർട്ട് ത്രൂ തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. നമുക്ക് അപ് ടു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രിമിനൽ കേസിലേക്ക് മാറും? ഇല്ല, അത് ക്രിമിനൽ കേസിലേക്ക് മാറില്ല. അത് സിവിൽ കേസ് തന്നെയാണ്. അത് അറസ്റ്റ് വാറണ്ട് മറ്റുള്ള കാര്യങ്ങൾ സിവിൽ കേസിലും ഈ പറഞ്ഞ പോലെ അറസ്റ്റ് വാറണ്ടും പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റും ട്രയൽ ബാനും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം പല ആപ്പുകളും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം UAE തന്നെ നമുക്ക് കാണാം പല ആപ്പുകളും ക്വിക്കായിട്ട് നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് കിട്ടും. പക്ഷെ വലിയ എമൗണ്ടിലേക്ക് പലരും ആ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഈസി മണി, അതായത് ഈസി മണി ആൾക്കാർ ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യത്തിന് ഒരു പണം ഇല്ല എങ്കിൽ ഇവരിങ്ങനെ പണം എടുക്കുന്നു, ഇവർക്ക് തിരിച്ചടക്കുക സെയിം ബാങ്ക് പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇവർ ഫിനാൻസ് ചെയ്യുകയാണ്. ഈ സെയിം ഇഷ്യൂസാണ് അവർക്കുണ്ടാകുന്നത്. അതിവിടെ ക്രെഡിറ്റ് ബ്യൂറോനെ അത് ബാധിക്കും. അവിടെ ഈ ആപ്പ് ത്രൂ അവരുടെ സൈഡിൽ നിന്നൊരു ലീഗൽ ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിൻ്റെ ഒപ്പം ഒരുപാട് ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. എനിക്കത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത് കൂടുതലും മലയാളികൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വന്നിട്ടുണ്ട്. ഇവർക്ക് ഒരു ലോണ് നൽകാമെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളടക്കമുള്ള കുറച്ച് ആൾക്കാർ ഇവർ സമീപിക്കുക, സാധാരണ പ്രവാസികളെ സമീപിക്കുക. ശേഷം അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഒരു ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലംസം എമൗണ്ട് ലോൺ തരും. അതിൻ്റെ പ്രോസസ്സിങ് ഫീസാണ് ഈ ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത്. 5,000 ആവും, 10,000 ആവും, 15,000 ആവും, വാട്ട് എവർ. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നും പറഞ്ഞിട്ട് അവർ ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ അയച്ചു കൊടുക്കുന്നു. ശേഷം ഈ പ്രവാസികൾ ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയ ശേഷം അവർ പറയുന്നു നമ്മൾ നടത്തിയ പേയ്മെൻറ്റ് അവർക്ക് റിസീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ IBAN നമ്പറിൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നത് കൂടുതലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതും മലയാളികൾ തന്നെയാണ് അതിൻ്റെ കൂടുതലും പെൺകുട്ടികളാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. പെൺകുട്ടികളെ വെച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ സങ്കടകരമായ സത്യങ്ങളാണ്. ഓൾറെഡി ഓൺടർപ്രണേഴ്സിന് ഒരുപാട് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് പാർട്ണർഷിപ്പിന്റെ ഡിസ്പ്യൂട്ട് അതൊരു ഒരു വലിയ വിഷയമാണ്. ഒരുപാട് പാർട്ണർഷിപ്പ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ റോള്? പാർട്ണർഷിപ്പ് ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഈ തുടക്കത്തിലെല്ലാം വളരെ സ്മൂത്തായിട്ട് ആണ് പോകുന്നത്. കാര്യങ്ങളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഇവരെല്ലാം ഒരേ ഹണിമൂൺ പീരീഡ്. അതെ, ഒരു ഹണിമൂൺ പീരീഡ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ആ ഒരു സമയത്ത് തന്നെ നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചറും ഒരു പ്ലാനും പ്രോപ്പറായിട്ടൊരു ലീഗൽ ഡോക്യുമെൻറ്റേഷൻ അതിന് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇത് പ്രോഫിറ്റ് വരികയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും വളരെ സന്തോഷമാണ്.
ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് അവർ പോകും. പക്ഷേ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്, ഒരു പ്രശ്നം, ഒരു ഇഷ്യൂസ് ഇൻ ബിറ്റ്വീൻ സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നെ അന്യോന്യം ഒരു കുറ്റാരോപണമാവാം, അല്ലെങ്കിൽ കമ്പനിക്ക് ഉണ്ടാവുന്ന മറ്റു പല ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി ഒരാൾക്ക് മാത്രം വരുന്ന ഇഷ്യൂസ് ആവാം. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ട് ഒരു പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് മതിയാകുമോ, അല്ലെങ്കിൽ ലീഗലി എക്സ്ട്രാ ഡോക്യുമെന്റ്സ് എക്സ്ട്രാ ഡോക്യുമെന്റ് എപ്പോഴും നമുക്ക് നല്ല MOU കൂടാണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഡോക്യുമെന്റ് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഓരോരുത്തരുടെയും റോള്, റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ XOR Y തിങ്സ് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലയബിലിറ്റീസ് ഉൾപ്പെടെ നമ്മൾ അത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് അതൊരു ഹെഡ് ഏക്ക് ഉണ്ടാകും. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഒരു നിങ്ങളെപ്പോലുള്ള ഒരു കൺസൾട്ടന്റിന്റെ ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഓരോരോ ഇൻഡസ്ട്രീനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഇഷ്യൂസ് ഒരുപാട് ആയതുകൊണ്ട്, പിന്നെ മാർക്കറ്റിൽ ഇവർ ചെയ്യുന്ന സർവീസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടിംഗ് ബിസിനസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതൊരു കാറ്റഗറിപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ആയാലും ഗോൾഡ് ആണെങ്കിലും കാറ്റഗറിപ്പെട്ട ബിസിനസ്, ഇങ്ങനെ ഇഷ്യൂസ് ഏത് സമയത്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിപ്പോൾ ഇങ്ങനെ ഈ സേഫ്റ്റി കൺസേൺ, അത് ലീഗൽ സൈഡ് അവരെപ്പോഴും സെക്യൂർ ആക്കി വെക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ദുബായിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേം ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളത്? അല്ല, അതിന്റെ പലർക്കും പല രൂപത്തിലുള്ള, ചില ലീഗലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ പല രൂപത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പല ട്രാപ്പിൽ പോയി പെടുന്ന ആളുകളുണ്ട്. അപ്പം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല ബിസിനസ്സുകാരെ നോക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആണെങ്കിൽ പോലും മറ്റു പല ബിസിനസ്സുകളും പോയിട്ട് ഫണ്ട് പോകുന്നതും അങ്ങനെ പല കേസുകളും കാണാറുണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രാപ്പാണ് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, ദുബായിനെ സംബന്ധിച്ച് പറയാം, 1, 2, 3 ബിസിനസ് ഇവർ നമുക്കതിനുള്ള സമയമില്ല. ദുബായിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത, ഒന്നിനും സമയം തയ്യാറ. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റിൽ പോയി നമ്മൾ ചാടുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിൻ്റെ ഡോക്യുമെന്റേഷൻസ് ലീഗലി വെരിഫൈ ചെയ്യുക, ലീഗലി സർട്ടിഫൈ ചെയ്യുക. കൂടാണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ലീഗൽ ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കുക. പിന്നെ ഒരുപാട് ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എൻക്വയറി ചെയ്യാണ്ട് അത് ചെയ്യരുത് എന്നുള്ളതാണ്. അത് കൂടാണ്ട് നമ്മളൊരു കാര്യം പറയുന്നത്, ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എക്സ്പേർട്ട് അല്ല എങ്കിൽ, നമുക്ക് ആ മേഖലയെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള നോളജ് ഇല്ല എങ്കിൽ അതിൻ്റെ അകത്തേക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്കുള്ള ടൈം ഇല്ല എങ്കിൽ ഡയറക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ ലീഗൽ ഡോക്യുമെന്റേഷൻ അതിന് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ നാട്ടിലുള്ള പല കമ്പനികളും ഇവിടെ വന്നിട്ട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് റൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് UAE നിയമത്തിന്റെ ഉള്ളിലാണോ ഇവർ, അല്ലെങ്കിൽ നാട്ടിലെ നിയമത്തിലാണോ? അല്ല, ഇത് ഇൻവെസ്റ്റ്മെന്റ് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാട്ടിലൊരു വലിയൊരു മാള് പണിയുക. അപ്പോൾ അവർക്ക് ഇവിടെ വരാം. അവർക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവർ ഒരു റിയൽ എസ്റ്റേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മറ്റേ ബിസിനസ് ആക്ടിവിറ്റി ലൈസൻസ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ അവർക്ക് ഇവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്ത് നാട്ടിലേക്കാണ്, അല്ലെങ്കിൽ നാട്ടിലെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ലീഗൽ സൈഡ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ലീഗലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, വേണ്ടപ്പെട്ട ഡോക്യുമെന്റ്സ് ഇല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വെരിഫൈ ചെയ്യണം. അത് നിങ്ങളുടെ സ്കോപ്പിൽ. അതെ 100%. അപ്പോൾ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളട്ടെ, നമ്മളൊരു പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ലീഗലിന്റെ ഒരു സാധ്യതകൾ വളരെ വളരെ വലുതാണ്. അല്ല എങ്കിൽ നമ്മൾ ഇത്ര നാളും അധ്വാനിച്ച നമ്മുടെ സമയം, നമ്മുടെ പണം, ഇതെല്ലാം ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കീഴ്മേ മറിയാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനികൾ, ഇപ്പം ഒരുപാട് ഹോൾഡിംഗ് കമ്പനികൾ കാണുന്നുണ്ട്. എന്താണ് ഹോൾഡിംഗ് കമ്പനികൾ ഇവിടെ കൃത്യമായിട്ട്? അതൊരു ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണോ? അതിനെക്കുറിച്ച് എന്താണ്? ഹോൾഡിംഗ് കമ്പനികൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ അനന്തമായ സാധ്യതകൾ, അതായത് ഇപ്പോൾ നമ്മളൊരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിൽ പല കമ്പനികളും കാണും. അപ്പോൾ പല വ്യക്തികൾക്കും അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആ ഒരു കമ്പനിയിൽ കാണും. അപ്പോൾ അതിനൊരു കീഴിൽ കൊണ്ടുവരിക, അതിനെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് അതൊരു വളർച്ചയിലേക്ക്, ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് വേ ആയിട്ടാണ് ഞാൻ അതിനെ ലീഗലി നോക്കുമ്പോൾ അത് കുറച്ചുകൂടി സേഫ് ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആളുകൾ ഇപ്പം കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു UAE മാർക്കറ്റിൽ ഇപ്പം ട്രേഡിംഗ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ
ക്രിപ്റ്റോ ഇങ്ങനെയുള്ള മേഖലകളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പൈസ പോയതും അങ്ങനെ ഒരുപാട്. പക്ഷെ ഇതൊന്നും ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കുറച്ചുകൂടി ലീഗലി നമ്മളെ മീഡിയാസ് ഒക്കെ കവർ ചെയ്യും. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും അവർ തന്നെ ആ പോയ നഷ്ടങ്ങൾ സഹിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആളാണ്. അവർക്ക് ഇതിൽ നിന്ന് എന്താണ് പ്രശ്നം? ഇതിനകത്ത് വ്യക്തമായ ലീഗൽ നോളജ് ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കറിയില്ല. ഇവര് പെട്ടെന്ന് ഒരു മാജിക്കൽ വേൾഡിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ ഡോളേഴ്സ് കൺവേർട്ട് ചെയ്യുന്ന കണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് ലയിച്ചു പോവുകയാണ്. അത്രയും പണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ. ശരിക്കും ഈ പല കമ്പനികൾക്കും ഇപ്പോഴും UAE ദുബായിൽ വർക്ക് ചെയ്യുന്ന പല കമ്പനികൾക്കും പബ്ലിക്കിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാണ്ട് ഫണ്ട് സ്വീകരിക്കുന്ന പല ഫോറക്സ് കമ്പനികളുമുണ്ട്. പലർക്കും അവർക്ക് ഒരു പക്ഷേ അവർക്കൊരു ഇനീഷ്യൽ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ കപ്പാസിറ്റി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ഫോറക്സിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം, അതിൻ്റെ കാറ്റഗറി ചെക്ക് ചെയ്യണം, അതിന് SCA സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അപ്രൂവൽ ഉണ്ടോ എന്ന്, അത് ഓതറൈസ്ഡ് ആണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ ഓതറൈസ്ഡ് ആണെങ്കിൽ 3-4 ടയേഴ്സ് ഉണ്ട്, അതിൽ ഏത് ടയറിലാണ് ഇത് വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയുടെ അണ്ടറിലാണോ ഇത് വരുന്നത് എന്ന് നമ്മൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാം. എനിക്കൊന്നും ഇതൊന്നും പലർക്കും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ ഇതിൽ ലയിച്ചിട്ട് അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ഇതിൽ ലയിച്ച് ഒരുപാട് പണം കാണിക്കും. അത് നമ്മുടെ അടുത്ത് വന്ന പല ക്ലയൻസിൻ്റെയും അവരുടെ സാഹചര്യങ്ങളും അവരുടെ ലൈഫിൽ അവരുണ്ടാക്കിയ ഒരു പകുതി മുക്കാൽ സമ്പാദ്യം ഇതിൻ്റെ അകത്ത് കൊണ്ട് അങ്ങനെ പെട്ടുപോയ ആളുകൾക്ക് പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. അതായത് അതിലും 2 കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അകത്ത് ആരാണ് ട്രേഡ് ചെയ്തത്, നമ്മൾ അവരുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ. ഈവൻ നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ മറ്റൊരാൾക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം, അത് ഡോക്യുമെൻ്റ് ചെയ്യണം. അപ്പോൾ ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് 2 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ചിലർ നമ്മുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത് അവരായിട്ട് നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ച് അവർ നമുക്ക് ട്രേഡ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് തരും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. വേറൊരു കാറ്റഗറി ആകുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ട്രേഡ് എടുപ്പിച്ച് അവർ ഓൺ കോളിൽ, നമ്മൾ ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഓൺ കോളിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഇല്ലാണ്ട് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്താണ്ടാണ് എങ്കിൽ, ഫസ്റ്റ് കാറ്റഗറിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കണം. അങ്ങനെ ഈ എമൗണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലോസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അല്ലാത്ത രീതിയിൽ നമുക്കറിയാത്തൊരു മേഖലയിൽ മറ്റൊരാളുടെ ഫോൺ കോളിലോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോസ് നമ്മുടെ എമൗണ്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടാണ്ട് തന്നെ മാർക്കറ്റിൽ എൻ്റെ അറിവനുസരിച്ച് ലിക്വിഡേറ്റ്, അത് വാഷ് ഔട്ട് ആക്കി കളയുക, നമ്മൾ ഇടുന്ന എമൗണ്ട് വാഷ് ഔട്ട് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ പല ഷെൽ കമ്പനികളുമുണ്ട്. അതായത് ഈ ഷെൽ കമ്പനികൾ അവർ ചെയ്യുന്ന ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാക്സിമം ഫണ്ട് ഇടിപ്പിക്കുക, ഫണ്ട് ഇടിപ്പിച്ചതിന് ശേഷം അതൊരു ഹെഡ്ജിങ് പൊസിഷനിലാക്കുക, ആ പൊസിഷനിലാക്കിയതിന് ശേഷം എന്താക്കുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഫണ്ട് ഇടിപ്പിക്കുക, പിന്നെ ഒറ്റയടിക്ക് വാഷ് ഔട്ട് ആക്കി. ഇങ്ങനെ വാഷ് ഔട്ട് ആക്കുമ്പോൾ ആ എമൗണ്ടിന്റെ പകുതി കിട്ടുന്ന കമ്പനികളും ഉണ്ട്. അത് പലർക്കും ഈ കസ്റ്റമേഴ്സിന് ക്ലയൻസിന് അത് അറിയത്തില്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ പലരും ഇങ്ങനെ ഏത് മേഖലയാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടീം വരെ കൺസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരേതെങ്കിലും പരസ്യം കണ്ടിട്ട് പോയിട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും ചോദിക്കൊരു സാധാരണക്കാരന് ആരും ചോദിക്കാൻ നിൽക്കില്ലല്ലോ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു എംപ്ലോയീസ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് അവരുടെ ജോലിയാണ്. അവരുടെ കമ്പനിയുമായിട്ടോ കമ്പനിയുടെ സീക്രട്സ് അല്ല കമ്പനിയുടെ ഒരു റണ്ണിങ് സ്ട്രക്ചറുമായിട്ട് യാതൊരു ബന്ധവും. ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾ ഒരിക്കലും എനിക്കൊന്ന് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കാൻ അല്ലെങ്കിൽ അവർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ ഇവർക്ക് ചെയ്യുന്നവർ പലരും ഈ കമ്പനി ഉണ്ടോ, നിലവിലുണ്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ട്രേഡ് ലൈസൻസിൻ്റെ കോപ്പിയോ ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഇവർക്ക് ഈ ഫണ്ട് സ്വീകരിക്കാൻ പറ്റുമോ. ദുബായിൽ നിന്ന് പലരും കേൾക്കുമ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധം, ഇത് ദുബായ് ആണല്ലോ, ഇവിടെ സേഫ്റ്റി ഇതെല്ലാം ഗവൺമെൻറ് അനുമതിയോട് കൂടിയാണല്ലോ എന്നൊരു തോട്ട. എങ്കിൽ കൂടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൂടെ തന്നെ ചില രീതികളിൽ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിന് വേണ്ട ലീഗൽ ആക്ഷൻസ് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിയമത്തിന്റെ പരിധികളിലൂടെ ഇങ്ങനെ പലരും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉത്തരവാദിത്തം എൻഡ് ഓഫ് ദ ഡേ ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കാണ് 100% അതിന്റെ ലയബിലിറ്റി. അവർ നോക്കി നമ്മുടെ അനുവാദമില്ലാണ്ട് മറ്റൊരാൾക്ക് നമ്മളെ
പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റാണ്. നമ്മൾ അനുവാദമില്ല നമ്മളൊരാൾക്കും പറ്റിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും ഇപ്പം ഈ ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോഴും ഈ ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലരും സമ്പാദ്യം നഷ്ടപ്പെട്ടത് മാത്രമല്ല, പലരും ഈ സമ്പാദ്യം നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. മെന്റലി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക്, കുടുംബ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഒരു പ്രിക്കോഷൻസ് രൂപത്തിൽ നിർബന്ധമായിട്ട് ചെയ്യുന്നത്? നമ്മൾ ആരാണെങ്കിലും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫോറക്സ് ആയിക്കൊള്ളട്ടെ, എന്ത് ഇൻവെസ്റ്റ്മെന്റിലേക്കായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ടൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവർ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ലീഗൽ എക്സ്പേർട്ടിനെ ഈ ഡോക്യുമെന്റ് കാണിച്ച് അത് വെരിഫൈ ചെയ്യണം. കൂടാണ്ട് ആ ബിസിനസ് പ്ലാൻ എന്താണോ അതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ലീഗൽ ഡോക്യുമെന്റേഷൻ, ഒരു എഗ്രിമെന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. അത് വെക്കാൻ താല്പര്യമില്ലാത്ത ഒരു കമ്പനിയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കമ്പനിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക്. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഭയങ്കര മിസ്സിംഗ് ആണ് ആളുകളുടെ ഇടയിൽ. കാരണം ഈ ഒരു ലീഗൽ എക്സ്പേർട്ടിനെ ഇൻവോൾവ് ചെയ്യിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും എല്ലാം എനിക്കറിയാമെന്നുള്ള ചിലപ്പോൾ ആ അറിവില്ലായ്മയായിരിക്കും വലിയൊരു. ഇപ്പൊ എല്ലാം പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ അങ്ങനെ ഒരു ധാരണ ഒന്നും മനസ്സിൽ വെച്ച ഓരോ മേഖലയിലെ എക്സ്പേർട്ടുകളെ. അതെ, കറക്റ്റ്. അത് ഇപ്പൊ പല കമ്പനി ഓരോ മേഖലയിൽപ്പെട്ട ആൾക്കാർ ഇപ്പോ അവരെ ഒന്ന് ചൂസ് ചെയ്യുക, അവരുമായിട്ടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളത് അത് നമുക്ക് തന്നെ നല്ലതാണ്. കാരണം ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ, നമ്മുടെ പണവും നമ്മുടെ സമയമാണ് വേസ്റ്റ് ആവുന്നില്ല എങ്കിൽ, ഒരു ചെറിയ ഒരു സമയം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യം അതിനു വേണ്ടി മാറ്റി വെച്ചില്ല എങ്കിൽ, ആ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് വലിയ നഷ്ടങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും ഇതിൽ വലിയൊരു പ്രശ്നം വരുന്നത് ഇങ്ങനെ സംഭവിച്ച ആളുകൾ ഒരുപക്ഷെ ഇത് ആളുകളോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ അങ്ങനെയുമുണ്ട്. അങ്ങനെയുള്ള കേസ് ഒരു നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ളത് കൊണ്ടോ ഒക്കെ അത് ഷെയർ ചെയ്യാനും മടിക്കുന്ന പല കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പം ഇവിടെയൊക്കെ ഒരു ലീഗലി കൺസൾട്ടന്റിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആളുകൾ അത് മാക്സിമം യൂസ് ചെയ്യുക, അതാണ് നമുക്ക് അവരോട് പറയാം. നമ്മളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അപ്പം അവിടെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്നൊരു ഈ പലപ്പോഴും നേരത്തെ പറഞ്ഞതൊരു വലിയൊരു വിഷയം ഇതിലുള്ളത്, പല ലീഗൽ കൺസൾട്ടന്റ് എന്ന് പറയപ്പെടുന്ന ആളുകളും കുറെ തെറ്റായ ഡയറക്ഷൻസിലേക്ക് കൊടുത്ത അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആളുകളുടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈവൻ കസ്റ്റമേഴ്സ് അവർക്ക് മൈൻഡിൽ ഒരു ചെറിയൊരു സംശയം, അതായത് പണ്ട് ഇവർ പറ്റിക്കുമോ എന്നുള്ളൊരു പേടി കൂടെ ഉള്ളത് കൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഈവൻ ഒരു ലീഗൽ കൺസൾട്ടന്റ് എടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ കൂടെ തന്നെ നമ്മളും ചെയ്യുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ കൺസൾട്ടൻ്റ് എടുത്ത് നമ്മളൊരു വർക്കുമായി അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ആ ലീഗൽ കൺസൾട്ടൻറ്റുമായും നമ്മളൊരു വേണ്ട രീതിയിലൊരു ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കേണ്ടത് അത് ആരാണെങ്കിലും അത് അവരുടെ ആവശ്യമാണ്. കാരണം അതിൻ്റെ അത് പ്രോപ്പർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കണം, പേയ്മെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞിരിക്കണം. ഇൻ കേസ് അവരുടെ വർക്ക് നടന്നില്ല എങ്കിൽ അതിന് എന്താണോ അവർ പറയുന്നത്, ക്ലയൻസ് പറയുന്നത്, കസ്റ്റമർ പറയുന്നത്, അവരുടെ ടേംസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ളത് അതും ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ട്രാൻസ്പെറൻസി, ആ ഒരു റിലയബിലിറ്റി അതും ഈ പറഞ്ഞ പോലെ ഈ പൊട്ടൻഷ്യൽ ക്ലയൻസ് അവർക്ക് അതും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാത്ത രീതിയിൽ അല്ലാണ്ട് കുറച്ച് അവിടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു ഹവു, പിന്നെ അവരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, അങ്ങനെയുള്ളതല്ല. അപ്പോൾ നമ്മളൊക്കെ ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ ആ ക്ലയൻറ്റിനെ കൂട്ടി നമ്മൾ ഓഫീസിലെ സ്റ്റാഫ് ടീം വെച്ചിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ അപ്ഡേറ്റ്സ് നൽകുക. ആ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ ഫീസ് എഗ്രിമെൻ്റ് ഇടുന്നു. ആ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേഷൻസ് കൊടുക്കുന്നു. A to Z ട്രാൻസ്പെറൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ്. നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്ലയൻറ്റിന് ആ കേസിൻ്റെ സ്റ്റേജ് എവിടെയാണ്, അതിൻ്റെ പൊസിഷനിങ് എവിടെയാണ്, ക്ലയൻസിന് നമുക്ക് ഡയറക്റ്റായിട്ട് 24/7 നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് അവരെ ഏത് നിമിഷം വിളിച്ചാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കാൻ അത് നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതൊരു പുതിയ അറിവാണ്. കാരണം ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻസി എനിക്കും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ട്രാൻസ്പെറൻസി എൻ്റെ വർക്കുകളിൽ അല്ലെ നമ്മൾ സമീപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. അത് നമ്മുടെ പ്രൊഫഷണൽ
ജീവിതത്തിൽ ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. തീർച്ചയായും ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളത് കീപ്പ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ചിട്ട് രോഗി ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെയാണ് ആളുകള് ഒരു ലീഗല് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാൻ വക്കീലിന്റെ അടുത്തും ഡോക്ടറെ അടുത്തൊന്നും കളവ് പറയാൻ പാടില്ല എന്നുള്ളത് പറയുന്നത് പോലെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് അവർക്ക് അതിൻ്റെ അപ്ഡേറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ, അത് അവർക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ അകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. അറ്റ് ലാസ്റ്റ് നമുക്ക് അവർക്ക് വേണ്ട റിസൾട്ട് നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് അവർക്കത് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് എല്ലാ ബിസിനസ്സിൻ്റെയും അതിൻ്റെ ഒരു വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജിയോ പൊളിറ്റിക്കലി ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം പലർക്കും പലതരത്തിലുള്ള കൺസേൺസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുണ്ടാവുക ബിസിനസ്സുകാരാണ്. അപ്പം അവർക്ക് ക്ലയൻറ്റുകൾ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പോലെ തന്നെ യൂറോപ്പിലുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധപ്പെട്ട ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓഫീസുകൾ അല്ലെങ്കിൽ ഡീലിങ്സും പലതും ഒക്കെ ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ഒരു കാര്യങ്ങൾ? ഒരു MNC അല്ലെങ്കിൽ SME സംബന്ധിച്ച് അതിപ്പോൾ ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഷിപ്മെൻറ്റോ അല്ലെങ്കിൽ ഇവരുടെ ഈ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പല കൺട്രീസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കച്ചവടം നടത്തേണ്ടതൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകിച്ച് ഞാൻ രാജ്യത്തിൻ്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു കാറ്റഗറി ഓഫ് കൺട്രീസുമായിട്ട് ആ ഒരു ബിസിനസ് ഡീൽ നടത്തുമ്പോൾ അത് അവർക്ക് അവരുടെ ഫ്യൂച്ചറിൽ ആ കമ്പനിയുടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്കി ഒരു ട്രേഡ്സ് നമ്മൾ മാക്സിമം നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ നിയമവും അവരുടെ ഒരു വിഷനും അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പല രാജ്യങ്ങൾക്കും ഇവിടെ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ഇപ്പം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ്. അപ്പോൾ ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കൺട്രീസ് അവരുടെ രാജ്യങ്ങളുടെ പേര് ഞാൻ പരാമർശിക്കാൻ എന്താണോ നമ്മുടെ നിയമം പറയുന്നത്, നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത്, അപ്പോൾ അത് കൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ് അതിന്റെ സേഫ്റ്റിക്കും ഒരു കൺസിസ്റ്റൻസിക്കും നല്ലത്. അവരായിട്ടുള്ള സപ്ലൈ ആണെങ്കിലും ഈവൻ എന്ത് ട്രാൻസാക്ഷൻ കൂടിയാണെങ്കിലും ഒരു ബിസിനസ് ഡീൽ ആണെങ്കിൽ കൂടെ തന്നെ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ആ കമ്പനീസിന് നല്ലത്. അപ്പം അതുപോലെ തന്നെ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയം, ഇപ്പം GCC രാജ്യങ്ങളിലൊക്കെ നിയമങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ബിസിനസ്സുകാരൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല രാജ്യങ്ങളും ഇപ്പം ദുബായിലുള്ളൊരു കമ്പനി ആണെങ്കിൽ അവർക്ക് സൗദിയിലും അല്ലെങ്കിൽ ഖത്തറിലും ഒമാനിലൊക്കെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇവിടെയുള്ള നിയമങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? അല്ല, നിയമങ്ങൾ ഓരോ രാജ്യത്തും ഓരോ എമിറേറ്റിലും ഒക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത് അത് കോസ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ദുബായിലുള്ള ഒരു കമ്പനി ഇപ്പോൾ സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലുള്ള ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണോ ഈ ട്രാൻസാക്ഷൻ അവർ ചെയ്യുന്നത്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എവിടെയാണോ ഈ ജൂറിസ്ഡിക്ഷൻ പറയുന്നത്, ഇപ്പോൾ ദുബായ് ആണെങ്കിൽ ദുബായിലെ ലോ ആയിരിക്കും അതിൽ ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. അപ്പോൾ അല്ല എങ്കിൽ ഖത്തറിലാണെങ്കിൽ ദോഹയാണ് പറയുന്നതെങ്കിൽ ഖത്തറിലെ ലോ ആയിരിക്കും അതിനകത്ത് ആപ്ലിക്കബിൾ. കോസ് ഓഫ് ആക്ഷൻ നടക്കുന്ന രാജ്യവും പ്ലസ് നമ്മൾ ആ മറ്റേ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ലോ, അതായത് ആ ജൂറിസ്ഡിക്ഷൻ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കൺട്രിയിലെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചായിരിക്കാം അത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള ഒരു ക്ലോസും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസുകളൊക്കെ വരുമ്പം ഇപ്പം ജിയോ പൊളിറ്റിക്കൽ ആണെങ്കിലൊക്കെ ഈ പേയ്മെന്റ്സിന്റെ കാര്യത്തിലും ഷിപ്മെന്റ് കാര്യത്തിലൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പം അവരോട് എന്താണ് പറയുക? ഇപ്പം ചിലപ്പോൾ അവർ എഗ്രിമെന്റ് ഒന്നും ചെയ്യാതെ ഇതിലൊന്നും ഒരുപാട് കുറേ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കും. പെട്ടെന്ന് സിറ്റുവേഷൻ വരുമ്പം ഒബ്വിയസ്ലി അത് എല്ലാവരും എഫക്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം അവരോടൊക്കെ എന്താണ് ഇപ്പം അങ്ങനെ പ്രോപ്പർ എവിഡൻസ് ഇല്ലാണ്ട് നമ്മൾ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മാക്സിമം നമുക്ക് സപ്പോർട്ടിങ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എങ്ങനെ വാട്ട് ഈസ് നെക്സ്റ്റ്, അതായത് എങ്ങനെ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ഇടയിലേക്ക് പോയി അത് ചിന്തിച്ച് നമ്മുടെ സമയവും നമ്മുടെ ഒരു മൈൻഡും വേസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെ ഇത് ഓവർകം ചെയ്യാനുള്ള വഴികൾ അത് നമ്മൾ കണ്ടുപിടിക്കുക. ഓവർകം ചെയ്യാനുള്ള വഴികളിലേക്ക് നമ്മൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അവിടെ ലീഗൽ കൺസൾട്ടന്റ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി സംഭവിച്ചു പോയ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് രണ്ടും അതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെറുതെ ഒരു ലീഗൽ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കൊടുക്കലല്ല. എന്താണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം, എന്താണ് നീഡ് അറിഞ്ഞിട്ട് മറ്റേ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് മറ്റേ മണ്ണറിഞ്ഞ്
വിത്തെറിയുക എന്ന് പറയുന്ന പോലെ എന്താണ് അവരുടെ ആവശ്യം, അവർക്ക് വേണ്ടത് എന്താണ്, അവരുടെ സിറ്റുവേഷൻ ഇപ്പം അവിടെ എവിടെയാണ് നിൽക്കുന്നത്, അത് നമ്മൾ കണ്ടു മനസ്സിലാക്കി ആ സിറ്റുവേഷന് വേണ്ട രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പല കേസുകളിലും ഒന്നുമില്ലാണ്ട്, ഒരു തെളിവുമില്ലാണ്ട് നമ്മളോട് സമീപിച്ച പല ക്ലയൻസും ഉണ്ട്. ഒരു തെളിവുമില്ല, അവരുടെ മറ്റേ ഒരുപാട് മില്യൺസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു തെളിവുമില്ലാണ്ട് വന്ന പല കേസുകളിലും നമ്മൾ അവരുടെ കൂടെ നിന്ന് എന്നുള്ള ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആയിട്ട് തെളിവുകൾ, അവരുടെ കൂടെ നിന്ന തെളിവുകൾ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകി അതിനുശേഷം ആ കേസ് വിജയിപ്പിച്ച് കൊണ്ടുവന്ന പല 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 അനുഭവങ്ങളും എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട രീതിയിൽ ആ ക്ലയൻസിൻ്റെ ആവശ്യം എന്താണോ അത് വേണ്ട രീതിയിൽ, ചിലർക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ ചില തെറ്റുകളൊക്കെ പറ്റാം, അല്ലെങ്കിൽ അത് മറ്റേ തിരക്ക് കൊണ്ടോ മറ്റുള്ള അറിവില്ലായ്മ കൊണ്ടൊക്കെ അത് ഇത് എന്താ പറയുക അത് സംഭവിച്ചു പോവാം. അപ്പോൾ പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും ഈ ആ ഒരു ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ പോസിറ്റീവായി അത് എടുക്കാനും അല്ലെങ്കിൽ ഇതിനൊരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഫൈറ്റ് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് നമ്മളാണല്ലോ. അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി, അത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു ലീഗൽ കൺസൾട്ടന്റിനെ കാണാനും സംസാരിക്കാനും തയ്യാറാവുന്നുള്ളതാണ് അതെ കറക്റ്റ് ഒരു കൺസൾട്ടേഷൻ. അത് ഇതിൻ്റെ അകത്തും വേണ്ട, അവർക്ക് ആവശ്യമുള്ള സ്റ്റേജ് എന്താണോ അത് വേണ്ടയാളെ, അത് കറക്റ്റ് ആളെ കാണുക എന്നുള്ളതും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അവർക്ക് വേണ്ട നീഡ് അനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രോപ്പർ ഗൈഡൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പം അത് ഇപ്പം യൂറോപ്പിലാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലയൻസ്, നമുക്ക് ഓസ്ട്രേലിയൻ ക്ലയൻസ് ഉണ്ട്, US നിന്ന് ക്ലയൻസ് ഉണ്ട്, UK നിന്ന് ക്ലയൻസ് ഉണ്ട്, നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നത് ഏതൊരു ഇപ്പം ഒരു വലിയ കമ്പനീനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്കൊരു ലീഗൽ അഡ്വൈസർ തന്നെ ഉണ്ടാവും അല്ലേ, പല കോർപ്പറേറ്റ് കമ്പനികൾക്കും. അല്ലാത്ത കമ്പനികളാണെങ്കിൽ ഇതുപോലുള്ള ഒരു ആനുവൽ കോൺട്രാക്ട്, ഒരു നല്ലൊരു ലീഗൽ സ്ഥാപനമായിട്ട് ഒരു കൺസൾട്ടൻസി ആയിട്ടൊരു ആനുവൽ കോൺട്രാക്ട് ആകുമ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലീഗൽ കൺസൾട്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി വരും. കോൺട്രാക്ട് ആണ് ഉദ്ദേശിച്ചത്. അതായത് ആ ചോദ്യത്തിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ചില കമ്പനികൾക്ക് അവരുടേതായ ഒരു ലീഗൽ കൺസൾട്ടൻ്റോ ലീഗൽ അഡ്വൈസറോ കാണാം. പക്ഷേ ഈവൻ ഈ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ കൂടെ തന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത പല പല കേസുകളും വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ നമ്മളെ സമീപിക്കാറുണ്ട്. കൂടാണ്ട് SME പോലുള്ള അങ്ങനെ കമ്പനികൾക്ക് അവർക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക്, അതായത് അവർക്കൊരു മന്ത്ലി ഫിക്സഡ് സാലറി കൊടുത്ത് ഒരു കൺസൾട്ടന്റിനെ അവർക്ക് വെക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു എക്സ്പെൻസ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മൾ സമീപിക്കുന്നത്. അഫോർഡബിൾ ആയിട്ട് അതൊരു സേഫ് സോൺ ആണ്. നാളെ വരാൻ പോകുന്ന ചിലപ്പം ഈ പറഞ്ഞ പോലെ വലിയ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല. അത് ഇത്ര അല്ലെങ്കിൽ ഇത്ര ഒരു സാലറി കൊടുത്ത ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കോൺട്രാക്ട് ഏറ്റെടുത്ത് അത് വേണ്ട രീതിയിൽ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ആ കോൺട്രാക്ട് എല്ലാ കാര്യം ഉൾപ്പെടുത്തും. അവർക്ക് ഏത് സമയം നമ്മൾ സമീപിക്കാം, ഓഫീസിൽ വരാം, ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അവരുടെ ഓഫീസിൽ പോകും, അവർക്ക് വേണ്ട എഗ്രിമെൻ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ നൽകും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. നമ്മളിവിടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു ഒന്നാണ് ബാങ്കുകൾ. പ്രത്യേകിച്ചിട്ട് നമുക്ക് ബാങ്കില്ലാതെ ഒന്നും ഇവിടെ ഈവൻ ബാങ്കിന് തന്നെ ഒരു ലീഗൽ ടീം ഉണ്ടെങ്കിൽ കൂടെ തന്നെ ഇപ്പൊ ബാങ്കിന് എല്ലാ ബാങ്കിനും ഇപ്പോൾ ദുബായ് ഇസ്ലാമിക് ബാങ്ക് ആയിക്കോട്ടെ, എമിറേറ്റ്സ് ഇസ്ലാമിക് ആയിക്കൊള്ളട്ടെ, ADCB ആയിക്കൊള്ളട്ടെ, മെഷ്രിക് ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും അവരുടേതായ ഒരു ലീഗൽ ടീമുണ്ട്. ഈവൻ ആ ലീഗൽ ടീം ഉണ്ടെങ്കിൽ കൂടെ തന്നെ അവർക്കത് ഹാൻഡിൽ ചെയ്യാനാത്ത അത്രയും ബാങ്കുകൾക്ക് നമുക്കറിയാലോ കുന്നോളം കേസുകളുടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ബാങ്കുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. ബാങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ഒരു കാറ്റഗറീസ് ഓഫ് കേസസ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ബാങ്കിന് വേണ്ട കേസസ്, ബാങ്ക് പറഞ്ഞ തിരിച്ചടവ് ലഭിക്കാത്ത കേസസും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇപ്പം വേറൊരു വലിയൊരു സംഭവമാണ് വിസ തട്ടിപ്പ്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട് അത് ഇപ്പോഴും ആളുകൾക്ക് ഇത്തരം അബദ്ധത്തിൽ പെട്ടുപോകുന്നതോ അല്ലെങ്കിൽ കേസുകളൊക്കെ നടക്കുന്നതിന് കാരണം അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മലയാളി, പ്രത്യേകിച്ച് മലയാളി സമൂഹം എന്തുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ ചാടുന്നത്, ഒരു കുഴിയിൽ ചാടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലും ഇവരുടെ ഒരു മൈൻഡിൽ മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധാരണ ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ പ്രവാസിയുടെ അവരുടെ ഒരു മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇവര് അവിടെ ഒരു ജോലിയുണ്ട്, ഇവിടെക്കാളും ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ് അവിടെ ലഭിക്കും, അല്ലെങ്കിൽ ബെറ്റർ സാലറി അവിടെ ലഭിക്കും എന്നുള്ള ഒരു മോഹന വാഗ്ദാനം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫോറക്സ് പെട്ടെന്ന് കോടീശ്വരനാവാം എന്നുള്ള ആ ഒരു വിഷനെ ഇവരെന്താക്കും, ഇവരത് നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഇവരുടെ അടുത്ത് കുറച്ച് ഫണ്ട് വാങ്ങിച്ചെടുക്കും. അവർക്ക്
അനുകൂലമായ കുറച്ച് ക്ലോസുകൾ ഈ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യും. ശേഷം 6 മാസം ഒരു കാലാവധി പറയും. 6 മാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞ ശേഷം ഇവരുടെ ഒരു അറിവും കാണില്ല, വിളിച്ചാൽ എടുക്കുകയല്ല, ഒരുപക്ഷെ കമ്പനി തന്നെ കാണില്ല എന്നുള്ളതാണ്. അതെനിക്ക് ഇവിടെ ഒരു ഫ്രീലാൻസ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പെട്ടുപോകുന്ന മേഖലയുണ്ട്. ഉണ്ട്, ഫ്രീലാൻസ് വിസയുണ്ട്. കൂടാണ്ട് മറ്റേ ഈ പറഞ്ഞതുപോലെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഫേക്കുകൾ, ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് മുന്നേ അവരുടെ റിവ്യൂസ് നമ്മൾ നോക്കുക. പ്രധാനമായിട്ട് അവരുടെ റിവ്യൂസ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. കൂടാണ്ട് അതിൻ്റെ സ്റ്റാഫുകൾ ഇപ്പോൾ നമ്മളൊരു കോൺടാക്ട് ചെയ്യുന്ന പല സ്റ്റാഫുകളും കാണാം മാർക്കറ്റിങ്ങിൽ. അങ്ങനെ മാർക്കറ്റിംഗ് കോൺടാക്ട് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അടുത്ത് ഈ കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് നോക്കുക, ഈ കമ്പനിയിൽ ഈ സ്റ്റാഫ് എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു. പല കമ്പനീസിലുള്ള മാർക്കറ്റിംഗ് ഈ പറഞ്ഞതുപോലെയുള്ള കമ്പനീസ് അവരൊക്കെ ന്യൂലി ജോയിൻഡ് അങ്ങനെയുണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ ഈ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് അവരെ കാണാൻ പോലും സമയം കിട്ടിയെന്ന് വരികയല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അവസാനമായിട്ട് ചോദിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇപ്പം നമ്മുടെ നാട്ടിലിനേക്കാളും കുറച്ചുകൂടി ആളുകൾ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ദുബായിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു ലീഗൽ കൺസൾട്ടന്റ് എന്ന രൂപത്തിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് ദുബായിനെ സംബന്ധിച്ച്. ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഗവൺമെന്റും അത് വ്യക്തമായിട്ട് അത് ഗൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതിൻ്റെ ഇടയിലൂടെ പല പഴുതുകളിലൂടെ പണം നഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുമുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായിക്കൊള്ളട്ടെ, അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ അല്ല പ്രോപ്പർട്ടി വാങ്ങാൻ, അല്ല സെല്ല് ചെയ്യാൻ, അല്ല പർച്ചേസ്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംശയങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മളിൽ നിന്നും, നമ്മുടെ സർവീസിൽ നിന്നും. അപ്പോൾ അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അഷ്വറൻസ്, ആ വേണ്ട രീതിയിലുള്ള ഗൈഡൻസ്, അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതാണ് നമ്മുടെ സർവീസിൻ്റെ ഒരുപാട് സമയം അവർക്ക് ലാഭിക്കാൻ പറ്റും. കറക്റ്റ്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ നിന്നും, ഒരുപാട് ചെറിയ പെറ്റി പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഹെഡേക്കിൽ നിന്നൊക്കെ നമ്മുടെ എന്താ പറയുക, അവർക്ക് റിലീഫ് നൽകുക എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റാക്കി നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, ഒരു ബിസിനസ് ആണെങ്കിൽ, ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ, ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാം, ലാസ്റ്റ് ഒരു 5 years ആയിട്ട് നമ്മളോടൊപ്പം ഗ്രോ ചെയ്ത പല കമ്പനീസും ഉണ്ട്. പല SME, പല ഇപ്പോൾ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പല കമ്പനീസും നമ്മളോടൊപ്പം വളർച്ച, അതായത് 1-2 സ്റ്റാഫിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ആ കമ്പനികളിൽ 50, 60, 100 സ്റ്റാഫ് വരെയുള്ള കമ്പനീസ് നമ്മളോടൊപ്പം വളർന്ന ലാസ്റ്റ് 5 years ജേർണിയിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നതാണ്. നമ്മളായിട്ട് അവർക്ക് കൊടുത്ത ഒരു ധൈര്യമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കൂടെ കാണും എന്നുള്ളൊരു ധൈര്യം. അപ്പോൾ ആ ഒരു ട്രസ്റ്റിൻ്റെ, ആ ഒരു ട്രാൻസ്പെറൻസിയുടെ ഭാഗമായിട്ട് അവരുടെ ആ വളർച്ചയിൽ നമ്മളും അവരുടെ ഭാഗവാക്കായിരുന്നു. നമ്മളവരെ മോൾഡ് ചെയ്തു, പല ഇഷ്യൂസിൽ നിന്ന് നമ്മളവരെ റിക്കവറി ചെയ്ത്, അത് ഓവർകം ചെയ്ത് നമ്മൾ സഹായിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മുടെ ഒരു പിൻബലം എന്ന്. അതെനിക്ക് തോന്നുന്നത് ഇവിടെ പലപ്പോഴും ഇപ്പം പല ആളുകൾ നാട്ടിൽ നിന്ന് വന്നൊരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു പക്ഷേ അവർക്ക് മാർക്കറ്റിംഗ് പ്ലാനും അല്ലെങ്കിൽ പ്രൊഡക്റ്റും സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ബിസിനസ് ലൈസൻസ് എടുക്കുന്നു, ഒരു ഓഫീസ് എടുത്തുന്നു, പിന്നീട് ഒരു പോയിന്റിൽ എത്തിയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ലീഗൽ അഡ്വൈസർ ഇഷ്യൂ വരുമ്പോൾ ഉണ്ടാവുന്ന അത് മിസ്റ്റേക്ക്, ആ ഒരു ഒറ്റ മിസ്റ്റേക്കിൽ അവർക്ക് സംഭവിക്കുന്നത് അതുവരെ ഉണ്ടാക്കിയെടുത്ത ഹ്യൂജ് ഒരു ലോസ് അവർക്ക് സംഭവിക്കുക. നേരെ മറിച്ച് അവരെ ഫസ്റ്റ് മുതലേ ഒരു റിട്ടേൺഷിപ്പ് കോൺട്രാക്ട് അല്ലെങ്കിൽ ആരുമായിട്ടാകട്ടെ, ഏതെങ്കിലും ഒരു നല്ല ഒരു ലീഗൽ കൺസൾട്ടന്റുമായിട്ട് ആണെങ്കിൽ കൂടെ തന്നെ അവരൊരു റിലേഷൻഷിപ്പ് കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് വരുന്ന ഇഷ്യൂസ് അതവർക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത്. ഒരുപാട് തലവേദനകൾ കുറയ്ക്കാൻ പല അവരുടെ ജോലി, അവരുടെ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ക്ലയൻസിനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരൊറ്റ ക്ലയൻസും അത് അവർക്ക് വളർച്ചയല്ലാണ്ട് മറ്റൊന്നും ഉണ്ടായില്ല, അവർ നമ്മളെ വിട്ട് പോയിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്വാഭാവിക ഒരു ചോദ്യം, ഇപ്പം ഇവിടെ UAE-യിലുള്ള ആളുകളാണെങ്കിലും പ്രവാസികളാണെങ്കിലും നാട്ടിലേക്ക് പോകുമ്പം നാട്ടിൽ നിങ്ങൾക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ട്? നാട്ടിൽ നമുക്ക് നമ്മുടെ ബാക്കിൻ്റെ ഓഫീസ് ഉണ്ട്, നമുക്ക് നാട്ടിലൊരു ലോ ഫേം ഉണ്ട്, അത് കൊച്ചി തന്നെയാണത്. നാട്ടിലും സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഓൾ ഓവർ കേരള. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ തമിഴ്നാട് കൂടെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പ്ലാനാണ്. അപ്പോൾ കൂടുതലും കേരളത്തിൽ തന്നെയാണ് ഓൾ ഓവർ കേരള ഹൈക്കോടതി മാറ്റേഴ്സ് കൂടുതലും നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കും, ഇപ്പം വക്കീലന്മാരൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ ആണുങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾ പൊളിറ്റിക്സ് ആണ് അവരുടെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ്. എങ്ങനെയാണ് ഈ ബിസിനസ്സുകാരെ
മേഖലയിലേക്ക് വന്നത്? ഇത് ഈ ഒരു മേഖല ചൂസ് ചെയ്യാൻ അല്ല, ഇത് പൊളിറ്റിക്സ് ആണെങ്കിലും മറ്റേ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ്, ഇപ്പോൾ ബിസിനസ്സുകാർ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് ഒരു സേവനമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെ നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അല്ല അവർക്ക് കിട്ടുന്ന ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവുക, അവർക്ക് മുന്നോട്ടേക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കരുത്ത് അവർക്ക് നമുക്ക് നൽകാൻ കഴിയുക, ഈ സർവീസ് ഈ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നൽകാൻ കഴിയുക എന്നുള്ള ആ ഒരു എയിമാണ്. അപ്പോൾ അത് രണ്ടും പൊളിറ്റീഷ്യൻസും നമ്മളൊക്കെ ചെയ്യുന്ന ആ ജോബിൻ്റെ ആ ഒരു പരിധി സെയിം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ചോദിച്ചു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം. നമ്മളിത് പോഡ്കാസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എസ്പെഷ്യലി നമ്മൾ പ്രവാസികളാണ്, നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചുള്ള വലിയൊരു നോളജ് നമുക്ക് ഉണ്ടാവണം. ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളിലും വന്ന് ചാടിയതിന് ശേഷം നമ്മൾ കൺസൾട്ടൻ്റെ അടുത്തോ അല്ലെങ്കിൽ വക്കീലന്മാരുടെ അടുത്തോ പോകുന്നതിന് പകരമായിട്ട് ഇനീഷ്യലി നമ്മൾ ആ ഒരു അഡ്വൈസ് എടുക്കാം. അപ്പം ഇതുപോലത്തെ റിട്ടൻഷൻ മോഡലുകൾ എനിക്ക് തോന്നുന്നു ഒരുപാട് SMEകൾക്കും ഒരുപാട് പ്രയോജനമാണ്. കാരണം അത് ഒരു SMEയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു കോസ്റ്റ് അല്ലാതെ തന്നെ എന്നിരുന്നാലും ഒരു ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള ഒരുപാട് ഒരു കോൺഫിഡൻസ്, ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു കോൺഫിഡൻസ് കിട്ടാൻ ഇത് സഹായിക്കുന്നുള്ളതാണ്. അപ്പം അതിന് ഒരുപാട് ഇൻസൈറ്റ് ആണ്, ഒരുപാട് വാല്യൂസ് ആണ് ഇപ്പം നിങ്ങൾ പോഡ്കാസ്റ്റിലൂടെ ഷെയർ ചെയ്തത്. സോ thank you for your valuable contribution. So we will continue this show. Thank you so much.